ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ പുതിയൊരു പദ്ധതി പ്രകാരം 2030 ഈ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റിൽ 5 ബില്യൺ പൗണ്ടിൻ്റെ കുറവ് വരുത്താനാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 5 ബില്യൺ പൗണ്ടിൻ്റെ വെട്ടിക്കുറയ്ക്കലാണ് ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വെട്ടിക്കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു പദ്ധതികളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ കാതലായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നേരത്തെ പേഴ്സണൽ ഇൻഡിപെൻഡൻറ്റ് പേയ്മെൻറ്റ് ലഭിക്കാനൊക്കെ ഇനി ഒരുപാട് മാനദണ്ഡങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം നേരത്തെ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഈ PIP ലഭിച്ചിരുന്നു. സ്വന്തമായിട്ട് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുക, അതേമാതിരി കുളിക്കുക തുടങ്ങിയ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാർക്ക് മാത്രമേ ഇനി PIP ലഭിക്കുകയുള്ളൂ എന്ന രീതിയിൽ അതിൽ മാറ്റങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് വരുത്താൻ വേണ്ടി പോവുകയാണ്. അതുപോലെ വർക്ക് കേപ്പബിലിറ്റി അസസ്മെൻറ്റ് WCA നിർത്തലാക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് നിലവിലിപ്പോൾ തൊഴിലധികർക്കും അതേപോലെ അസുഖം മൂലം ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായം ഒറ്റ കാറ്റഗറിയിൽ PIP എന്ന് പറഞ്ഞ ഒറ്റ കാറ്റഗറിയിലോട്ട് ഒതുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പറഞ്ഞ പല എന്തെങ്കിലുമൊക്കെ ഒരു രോഗാവസ്ഥയിലുള്ള ആൾക്കാർക്ക്, അതേപോലെ തന്നെ വികലാംഗരായ ആൾക്കാർക്കൊക്കെ പല രീതിയിൽ സഹായങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒറ്റ പേഴ്സണൽ ഇൻഡിപെൻഡൻറ്റ് പേയ്മെൻറ്റ് എന്നൊറ്റ കാറ്റഗറിയിലോട്ട് ചുരുക്കാൻ വേണ്ടി പോവുകയാണ്. അത് PIP ഒറ്റ തവണയായിട്ടല്ല, അതിങ്ങനെ പല ഘട്ടങ്ങളായിട്ട് പല അസസ്മെൻറ്റോട് പാസ്സായാൽ മാത്രമേ ഇനി ലഭ്യമാകൂ എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ മുൻപ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖം, കുറച്ച് ഗുരുതരമായിട്ടുള്ള ക്യാൻസർ പോലെ അങ്ങനെ എന്തെങ്കിലും ഗുരുതരമുള്ള അസുഖങ്ങളിലൊക്കെ ഈ PIP കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇനിയുള്ള പുതിയ നിയമപ്രകാരം വളരെ ഗുരുതരമായിട്ടുള്ളതും വളരെ ബുദ്ധിമുട്ടേറിയതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. അതിനർത്ഥം എന്താണ്? കൂടുതൽ സ്ട്രിക്റ്റ് ആവാൻ പോവുകയാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കാത്ത ആൾക്കാരെ മാത്രം സഹായിക്കുക എന്ന രീതിയിലോട്ട് പദ്ധതി ചുരുങ്ങാൻ വേണ്ടി പോവുകയാണ്.